CK ആശ 9 മിനിറ്റ്. സർ, 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള സർക്കാരിൻ്റെ ധനകാര്യ നിർദ്ദേശങ്ങൾക്ക് പ്രാബല്യം നൽകുന്നതിന് വേണ്ടി 4 ആക്ടുകൾ ഭേദഗതി ചെയ്യുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബില്ല്. സർ, നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റിയും കേന്ദ്രം നമുക്ക് എത്തരത്തിലൊക്കെയാണ് സാമ്പത്തിക പ്രതിരോധങ്ങൾ തീർക്കുന്നത് എന്നതിനെപ്പറ്റിയും ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാനപ്പെട്ട അംഗങ്ങൾ വളരെ വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി. സർ, സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ വികസനത്തിൻ്റെ പുതിയ യുഗത്തിലേക്ക് കേരളത്തെ നയിക്കുവാനുള്ള ഒരു യാത്രയിലാണ് സർ ഈ സർക്കാർ. പരിവർത്തനാത്മകമായ ഈ യാത്ര സമതുലിത വളർച്ചയും പാരിസ്ഥിതിക സുസ്ഥിരതയുള്ള ഒരു ഭാവിക്ക് ശിലപാകുമ്പോൾ തന്നെ കേരളം നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യേണ്ടതുമാണ്. സർ, കഴിഞ്ഞ 8 വർഷത്തിനകം നിരവധി വികസന സംരംഭങ്ങളും ക്ഷേമ പദ്ധതികളും ആവിഷ്കരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാർഷിക മേഖലയുടെ പുനരുജ്ജീവനം, വ്യാവസായിക മേഖലയെ ശക്തിപ്പെടുത്തൽ, വിഭവ സമാഹരണം, സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം, അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തൽ എന്നിവയിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ നടത്തുവാൻ ഈ കാലയളവിൽ സർക്കാരിനായി. എന്നിരുന്നാലും നികുതി വിഹിതത്തിലെ കുറവ്, കേന്ദ്ര പദ്ധതികളുടെ ഫണ്ട് ലഭിക്കുന്നതിലെ കാലതാമസം, കേന്ദ്രത്തിൽ നിന്നുള്ള നിസ്സഹകരണം എന്നിവ സംസ്ഥാനം നേരിടുന്ന വളരെ ഗൗരവമുള്ള വെല്ലുവിളികളായി നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കും. സർ, ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത സഹകരണ ഫെഡറലിസത്തിൻ്റെ അന്തസ്സത്തയെ തകിടം മറിക്കുന്നതാണ് കേന്ദ്രത്തിൻ്റെ ഈ നയ സമീപനം എന്നത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. സർ, ഇതേ സംബന്ധിച്ചുള്ള കണക്കുകൾ നമുക്ക് പരിശോധിച്ചാൽ അത് വ്യക്തമാകുന്ന കാര്യമാണ്. സർ, RBIയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് 2021-2022 കേന്ദ്ര നികുതി വിഹിതവും ഗ്രാൻറ്റുകളും 56,318 കോടി രൂപയാണ്. 2022-23 ഇത് 45,480 കോടി രൂപയായി. സർ, 2023-24 മേൽപ്പറഞ്ഞ വരുമാനം 38,204 കോടി രൂപയായി കുറഞ്ഞിരിക്കുന്നു എന്നത് കേരളത്തോടുള്ള നയസമീപനത്തിൻ്റെ ദൃഷ്ടാന്തമാണ്. സർ, ഇതോടൊപ്പം തന്നെ കേരളത്തിന് ലഭിക്കാനുള്ള കുടിശ്ശികയുടെ തുക എത്രയെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. സർ, ഇവിടെ ഇന്ന് നമ്മുടെ ഡിമാൻഡിൻ്റെ ഡിസ്കഷൻ നടന്നത് നഗരവികസനവും ഗ്രാമവികസനത്തെയൊക്കെ സംബന്ധിച്ചായിരുന്നു. സർ, നഗരവികസന ഗ്രാൻഡ് 546.45 കോടി രൂപയാണ് സർ നമുക്ക് കുടിശ്ശികയായി കിടക്കുന്നത്. ഗ്രാമവികസന ഗ്രാൻഡ് 1008 കോടി രൂപ കുടിശ്ശികയാണ്. സർ, UGC ശമ്പള പരിഷ്കരണം 750 കോടി രൂപ കുടിശ്ശികയായി നിലനിൽക്കുന്നു. സർ, ഭക്ഷ്യ സുരക്ഷാ പദ്ധതി, അത് നെല്ല് സംഭരണം ഉൾപ്പെടെ, ഇവിടെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ എപ്പോഴും പറയുന്നതാണ് നെല്ല് സംഭരണം നടക്കുന്നില്ല, നെല്ല് സംഭരണത്തിനുള്ള സംഭരിച്ചതിൻ്റെ തുക കൊടുക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഗവൺമെൻറ്റിനെ വളരെയേറെ വിമർശിക്കുന്നത് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. അതിൻ്റെ വസ്തുത എന്താണ് എന്ന് ചോദിച്ചാൽ നെല്ല് സംഭരണത്തിൽ ഉൾപ്പെടെയുള്ള ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയുടെ ഗ്രാൻഡ് 790 കോടി രൂപയാണ് സർ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കുടിശ്ശികയായി നിൽക്കുന്നത്. സർ, വിവിധ ദുരിതാശ്വാസങ്ങൾക്കുള്ള ഫണ്ട് 138 കോടി രൂപ ഇന്ന് നമുക്ക് കുടിശ്ശികയായി കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ട്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് 69 കോടി രൂപയാണ് സർ ലഭിക്കാനുള്ളത്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യൽ അസിസ്റ്റൻ്റ് 1925 കോടി രൂപ നമുക്ക് ലഭിക്കാനുണ്ട്. ഒപ്പം തന്നെ GST എപ്പോഴും നമുക്ക് പരാമർശ വിധേയമായിട്ടുള്ള ഒരു വിഷയമാണ്. GSTയുടെ നഷ്ടപരിഹാരം 511 കോടി രൂപ ലഭിക്കാനുണ്ട്. ഒപ്പം തന്നെയാണ് നമുക്ക് ഇന്നലെ ഇവിടെ ചർച്ചയിൽ വന്ന ഒരു കാര്യം, ഓൺലൈൻ വ്യാപാരത്തിൻ്റെ GST നമുക്ക് നാളിതുവരെ കേരളത്തിന് ലഭിച്ചിരുന്നില്ല. എന്നാൽ നമ്മുടെ ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ശക്തമായ ഇടപെടലിൻ്റെ ഫലമായി ഓൺലൈനിൻ്റെ GST നമുക്ക് ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയെ അഭിനന്ദിക്കുന്നതിന് കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. സർ, ഇത്തരത്തിൽ നമുക്ക് നിരവധി നമ്മുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമാണ് സംസ്ഥാനത്ത് നടക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് യഥാവിധി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് പ്രധാനപ്പെട്ട 4 ബില്ലുകൾ, അത് 1954 കേരള മുദ്രപത്ര ആക്ട്, അതുപോലെ തന്നെ 59 കോർട്ട് ഫീസും വ്യവഹാരം സംബന്ധിച്ചുള്ള ആക്ട്, 63 കേരള വിദ്യുച്ഛക്തി നികുതി ആക്ട്, 76 കേരള മോട്ടോർ വാഹന നികുതി ആക്ട് മുതലായവ പരിഷ്കരിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ നികുതി വരുമാനം ലഭിക്കുന്നതിനുള്ള ഒരു ശ്രദ്ധയാണ് ഇന്ന് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. സാർ, അപ്പോൾ അതിനോടനുബന്ധിച്ച് പറയുവാനുള്ളത്, ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച നമ്മുടെ ചീഫ് വിപ്പ് ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചൊരു കാര്യമാണ്, കേരളത്തിലെ കോർട്ട് ഫീസും വ്യവഹാരം സംബന്ധിച്ചുള്ള ആക്ട് നമുക്ക് അതിൽ മാറ്റം വരുത്തുമ്പോൾ
ഇന്ന് വളരെയേറെ ഒരു പരാമർശമായിട്ടുള്ളൊരു ഈ കോർട്ട് ഫീ കൂട്ടുന്നത് സംബന്ധിച്ചുള്ള ചില വിഷയങ്ങളുണ്ട്. വളരെ ജനങ്ങൾക്ക് വളരെ ആശങ്ക ഉണ്ടാകുന്നൊരു കാര്യമാണ്. കാരണം ഈ ചെക്ക് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ കുടുംബ കോടതിയിലെ നഷ്ടപരിഹാരത്തിനുമൊക്കെ കൂടുതൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഫണ്ട് കൂടുതലായി കെട്ടിവെക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അത്തരത്തിലുള്ള തീരെ പാവപ്പെട്ട കുടുംബങ്ങളൊക്കെ ഉള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് അത് വളരെ പ്രയാസം നേരിടുമെന്നുള്ളത് കൊണ്ട് അത് ഗവൺമെൻറ് ഒന്ന് പുനഃപരിശോധിച്ചുകൊണ്ട് വേണം, അല്ലെങ്കിൽ സബ്ജക്റ്റ് കമ്മിറ്റിയിൽ അത് കാര്യമായ ഒരു ചർച്ചയോടുകൂടി വേണം ആ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ. സംസ്ഥാന സർക്കാർ പാസാക്കിയ ധന ഉത്തരവാദിത്ത നിയമപ്രകാരം സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വരുമാനത്തിൻ്റെ 3% കടമെടുക്കുവാൻ കഴിയും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫെബ്രുവരിയിൽ ഭരണഘടനാനുസൃതമായി പാസാക്കിയ ബജറ്റിൻ്റെ നടത്തിപ്പുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് നീങ്ങിയത്. എന്നാൽ മെയ്യിൽ യൂണിയൻ സർക്കാർ നൽകിയ കത്തിനെ തുടർന്ന് ഒറ്റയടിക്ക് ഈ തുക 17,000 കോടി രൂപ കണ്ട് വെട്ടിക്കുറച്ചു. സാർ, ഇതാണ് യഥാർത്ഥത്തിൽ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന വിവേചനങ്ങൾ. നമ്മൾ കേന്ദ്രത്തിൻ്റെ ഗ്രാൻഡ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും എന്നാൽ മുന്നൊരു അറിയിപ്പ് കൂടാതെ തന്നെ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം നമ്മുടെ ഗ്രാൻഡ് വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്നൊരു നയ സമീപനം നമ്മുടെ ഒരു ഫെഡറലിസ്റ്റ് സംഹിതയ്ക്ക് അനുയോജ്യമല്ലാത്തൊരു വിഷയമാണ് എന്നുള്ളത് നമുക്ക് മുൻപുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഇതൊന്നും കേന്ദ്രത്തിൽ പറയുവാൻ ആളില്ലായിരുന്നു എന്നുള്ള ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള MP-മാർ ആരും തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കേരളത്തിന് വേണ്ടി നമ്മുടെ പാർലമെന്റിൽ മുൻപ് സംസാരിച്ചിരുന്നില്ല. ഇപ്പോൾ ഇന്ത്യ മുന്നണിയൊക്കെയായി ഇപ്പോൾ ഇവിടെ വലിയ മുനീർ സാഹിബ് ഉൾപ്പെടെയുള്ളവർ രാഹുലിൻ്റെ പ്രസംഗത്തെ പറ്റിയും അദ്ദേഹം അവിടെ എടുത്ത നിലപാടുകളെ പറ്റിയും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്നതിനെ പറ്റിയും ഒക്കെ സംസാരിച്ച് വളരെ സന്തോഷമുണ്ട് സാർ. ആ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം ഇവിടുന്ന് പാർലമെന്റിലേക്ക് പോയ വയനാട് ഉൾപ്പെടെ പ്രതിദാനം ചെയ്യുന്ന ഒരു MP എന്ന നിലയിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കൂടി ഇത്തരത്തിൽ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന വിവേചനപൂർണമായ സമീപനത്തെ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി കൂടി അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ സ്ഥാനം വിനിയോഗിക്കണമെന്നുള്ള ഒരു വിനീതമായ അഭ്യർത്ഥന കൂടി ഞാൻ ഈ അവസരത്തിൽ വെക്കുകയാണ്. ഒപ്പം തന്നെ ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള MP-മാർ ഇപ്പോൾ ഒരു പ്രതിപക്ഷം കേന്ദ്രത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ നിർഭരമായ ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ 2 തവണയും ഒരു പ്രതിപക്ഷമില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് BJP-യുടെയും RSS-ൻ്റെയും സംഘപരിവാറിൻ്റെയും തിട്ടൂരങ്ങൾ ഓരോ സംസ്ഥാനം അത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഉൾപ്പെടെ അടിച്ചേൽപ്പിക്കുന്നതിന് അവർ തയ്യാറായെങ്കിൽ ഇന്ന് പ്രതിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടെ അംഗങ്ങളായിട്ടുള്ള MP-മാർ ഉള്ള സംസ്ഥാനങ്ങൾ എന്ന നിലയിൽ കേരളത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ബഹുമാനപ്പെട്ട MP-മാരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അവരെ അതിന് തയ്യാറാക്കുകയും അവർക്ക് അതിനുള്ള അറിയിപ്പ് അല്ലെങ്കിൽ അതിനുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. സാർ, ഈ തരത്തിലെല്ലാം കേരളത്തിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതിക്കുള്ള കേരളത്തിലെ വിഹിതത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് സാർ. അത് 2016-17 49.49% എങ്കിൽ 2020-21 0.64 അതിനിടയ്ക്കുള്ള വർഷങ്ങളിൽ 0.47, 0.48, 0.40 എന്ന ശതമാനത്തിലാണ് എങ്കിൽ 2021 0.64 എന്ന രീതിയിൽ അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും അവസാന വർഷം 2021-22 വർഷത്തിൽ 40% മാത്രമായി അത് ഗണ്യമായി കുറഞ്ഞു. ഇത്തരത്തിൽ നമ്മുടെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളും കേന്ദ്ര ഫണ്ടും എല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെ വലിയ പ്രതിസന്ധി തീർക്കുന്ന കേന്ദ്ര ഭരണത്തിനെതിരെ അതിന്റെ ഗ്രാന്റുകൾ നേടിയെടുക്കുന്നതിന് നമ്മുടെ നികുതി വിഹിതം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ വന്നിട്ടുള്ള ഈ ബില്ലിനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് എൻ്റെ സംസാരം നടത്തുന്നു.